കനത്ത ചൂടിനിടെ കൊച്ചിയിൽ കനത്ത കാറ്റും മഴയും. ആലുവയിൽ മരങ്ങൾ മുറിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി. നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. നവമി, കനത്ത ചൂട് തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ആശ്വാസമായി മഴ പെയ്തിരിക്കുന്നത്. എന്താണിപ്പോൾ അവിടുത്തെ സാഹചര്യം? ഇപ്പോഴും മഴ തുടരുകയാണോ? അനുശ്രീ, എന്തായാലും മഴ കാത്തിരുന്ന വേഴാമ്പലിനെ പോലെ എറണാകുളത്തുകാർക്ക് ചെറിയൊരു ആശ്വാസം, ചെറുതെന്നല്ല കുറച്ച് വലിയ ആശ്വാസം തന്നെയാണ്. 1 മണിക്കൂറുള്ള ഒരു മഴ, ഒരു 5:30യോടുകൂടി തന്നെ നല്ല ആകാശമൊക്കെ ഇരുണ്ട് നല്ല മഴയുടെ ഒരു സാഹചര്യമുണ്ടായി. വലിയ ഇടിവെട്ടി മിന്നലും വലിയ രീതിയിലുള്ള ശക്തമായ കാറ്റുമൊക്കെ ആയിരുന്നു. അതിനുശേഷം ഒരു വലിയ തകൃതിയായിട്ടൊരു മഴ പെയ്തു. 6:30യോടുകൂടി കറക്റ്റ് 1 മണിക്കൂറായപ്പോൾ ആ മഴ അങ്ങ് മാറി. എന്നാലും എറണാകുളത്തുകാരെ സംബന്ധിച്ച് മനസ്സിനും ശരീരത്തിനും ഒക്കെ വലിയൊരു കുളിർമ തന്നെയാണ് ഈ മഴ ലഭിച്ചതോടുകൂടി ഉണ്ടായത്. കാരണം അതിശക്തമായ ചൂടായിരുന്നു, പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത വിയർത്തൊലിച്ചു പോയിരുന്ന ആളുകളാണ്. ഇപ്പോൾ ഈ ഒരു മഴയോടുകൂടി വലിയ സന്തോഷമായിരിക്കുകയാണ്, വലിയൊരു സമാധാനം, വലിയൊരു ആശ്വാസമായിരിക്കുകയാണ്. അതിനിടയിൽ വലിയ അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. പ്രത്യേകിച്ച് ആലുവ ഭാഗത്ത് മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. ശക്തമായ കാറ്റായിരുന്നു. ആ കാറ്റിലാണ് ആലുവ ഭാഗത്ത് മരങ്ങൾ കടപുഴകി വീണത്. പിന്നീട് അതുകൊണ്ട് തന്നെ ഈ കേബിൾ ലൈനിലേക്ക്, വൈദ്യുതി കമ്പികളിലേക്കൊക്കെ മരം വീഴുകയും പലയിടങ്ങളിലും വൈദ്യുതി വിച്ഛേദിക്കപ്പെടുന്ന അവസ്ഥയിലൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും KCB അത് നന്നാക്കുന്ന ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. അതൊഴിച്ചു മാറ്റിയാൽ മറ്റിടങ്ങളിലൊന്നും വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും 1 മണിക്കൂറുള്ള ഒരു മഴ പെയ്ത് ഇപ്പോൾ വീണ്ടും കൊച്ചി നഗരം പൂർവ്വസ്ഥിതിയിലായിരിക്കുകയാണ്. വീണ്ടും മഴ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ എറണാകുളത്തുള്ളത്. അനുശ്രീ. ശരി, നവമി ദിനേശാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. അതേസമയം വയനാട്ടിലും പലയിടങ്ങളിലും മഴ പെയ്തിട്ടുണ്ട്. ജയരാജ് ബത്തേരി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജയരാജ്, കനത്ത ചൂടിനിടയിൽ പെയ്ത മഴയാണ്, ഒരു ആശ്വാസമായി തന്നെ ആ മഴ നമുക്ക് കണക്കാക്കാം. ഇപ്പോഴും വയനാട്ടിൽ മഴയുണ്ടോ? അനുശ്രീ, കഴിഞ്ഞ മാസങ്ങളായി ഉണ്ടായ കടുത്ത ചൂടിന് ഒരു ശമനം എന്ന രീതിയിലാണ് ഇന്ന് വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നല്ല മഴ പെയ്തത്. വയനാടിന്റെ എല്ലാ ഭാഗങ്ങളിലും മഴ പെയ്തു എന്ന് നമുക്ക് പറയാം. മാനന്തവാടി, അതുപോലെ തന്നെ കൽപ്പറ്റ, ബത്തേരി ഭാഗങ്ങളിലെല്ലാം ഇന്ന് ഒരു വൈകുന്നേരത്തോടെ ഒരു 4 മണിയോടെ തന്നെ നല്ല ഒരു മഴ കിട്ടി. കുറച്ച് ദിവസങ്ങളായി കടുത്ത ചൂടായിരുന്നു, പക്ഷെ അതിനൊരു ശമനം തന്നെയായിട്ടാണ് മഴ പെയ്തത്. ഈ മഴയോടൊപ്പം തന്നെ വലിയ കാറ്റും അതുപോലെ തന്നെ ഇടിമിന്നലും അനുഭവപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊന്ന്. എന്തായാലും നല്ല ഒരു, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ചൂടായിരുന്നു ഇതുവരെ അനുഭവപ്പെട്ടത്. നമുക്കറിയാം, വയനാടിനെ സംബന്ധിച്ച് കാലാവസ്ഥ മാറി മാറി വരുന്ന ഒരു അവസ്ഥയാണുള്ളത്. കഴിഞ്ഞ ജനുവരിയിൽ ഇവിടെ വലിയ രീതിയിലുള്ള തണുപ്പായിരുന്നു, അല്ലെങ്കിൽ ഒരു 10-30 വർഷത്തിന് ശേഷം അങ്ങനെ കാലാവസ്ഥ മാറിയ ഒരു വർഷമായിരുന്നു ഈ തവണ. പക്ഷെ അതിനുശേഷം കടുത്ത ചൂടാണ് അനുഭവപ്പെട്ടത്. നമുക്കറിയാം, ഈ ഏപ്രിൽ 18 മുതൽ 24 വരെ പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു വലിയ ചൂടായിരിക്കുമെന്നൊക്കെ. പക്ഷേ വയനാടിനെ സംബന്ധിച്ച് ആ ഒരു രീതിയിലേക്ക് വന്നില്ലെങ്കിൽ രാത്രിയായാൽ വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഈ മഴ പെയ്തതോടുകൂടി തന്നെ ഇവിടെ ഒരു നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത്. ഒരുപക്ഷെ ഒരു ആശ്വാസമാണ്, കാരണം കിടന്നുറങ്ങാനൊക്കെ ഇന്ന് സന്തോഷമാണ് ആളുകൾക്ക്. കാരണം അത്തരത്തിലാണ് ഇപ്പോഴുള്ള ഒരു ചെറിയ കാറ്റും ആ തണുപ്പും ഒക്കെ അനുഭവപ്പെടുന്നത്. എന്തായാലും ഈ ഒരു കനത്ത ചൂടിനെ, അല്ലെങ്കിൽ ഈ ഒരു കനത്ത ചൂട് അനുഭവപ്പെട്ട സമയത്ത് തന്നെ ഈ ഒരു മഴ വലിയൊരു ആശ്വാസമായിട്ടാണ് വയനാടൻ ജനതയ്ക്ക്. പക്ഷേ അത് കർഷകരെ എത്രത്തോളം ബാധിക്കുമെന്ന് പറയാൻ കഴിയില്ല, കാരണം അസ്ഥാനത്തുള്ള ഒരു മഴ പെയ്യുന്നതുകൊണ്ട്. എന്തായാലും ഈ ഏപ്രിൽ വിഷു സമയങ്ങളിൽ ഒരു മഴ പെയ്യാറുണ്ട്, പക്ഷേ ഇത്തവണ അത് ഉണ്ടായിട്ടില്ല. എന്തായാലും അതിനുശേഷം ഒരു 3 ദിവസത്തിന് ശേഷം കിട്ടിയ ഒരു വലിയ മഴ ഒരു ആശ്വാസമായിട്ട് തന്നെയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അനുശ്രീ. ശരി, ജയരാജ് ബത്തേരിയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കനത്ത കൊടും ചൂടിനിടയിൽ പെയ്ത മഴയാണത്. എറണാകുളത്തും വയനാട്ടിലുമുള്ള ജനങ്ങൾക്കൊക്കെ വലിയൊരു ആശ്വാസമായി മാറിയിരിക്കുകയാണിപ്പോൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.